ആഘോഷിക്കാറുണ്ട്. ഓണം ഓണം നമ്മൾ ആഘോഷിക്കാറുണ്ട്. അല്ലെ, അനേക ആഘോഷങ്ങൾ നമ്മളുടെ ഭാരതത്തിലുണ്ട്. ഭാരതീയര് അനേക ആഘോഷങ്ങൾ നടത്തുന്നവരാണ്. എന്താണ് ഈ ആഘോഷങ്ങൾക്കെല്ലാം പിന്നിലുള്ള സന്ദേശം എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ ഒരു ശാന്തിയും ഒരു സന്തോഷവും ഒരു ഊർജ്ജസ്വലതയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ വീടിന് സമീപമുള്ള ഒരു ക്ഷേത്രം, അതുമായിട്ടായിരിക്കും നമുക്ക് ഏറ്റവും അധികം അറ്റാച്ച്മെന്റ് ഉള്ളത്. ഇപ്പൊ എറണാകുളം ജില്ലയില് നിങ്ങൾ ചോറ്റാനിക്കരയാണ് താമസിക്കുന്നതെങ്കിൽ ചോറ്റാനിക്കര ദേവീ ക്ഷേത്രവുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കും. എന്റെ ചോറ്റാനിക്കര അമ്മ എന്ന ഒരു ആത്മബന്ധം നമുക്ക് വരും. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനടുത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിലോ ആ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി നമ്മൾ കളിച്ച് വളർന്ന ആ ഒരു അന്തരീക്ഷം, നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന നാമം, നമ്മൾ ഏറ്റവും അധികം പ്രാവശ്യം സന്ദർശിച്ചത് അമ്മയുടെ ആ ഒരു ക്ഷേത്രമാണ്, അല്ലെ? ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ക്ഷേത്ര വിശ്വാസം രൂഢമൂലമാകുന്നത്. വളരെ ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് പകർന്നു തന്നിട്ടുള്ള നാമജപങ്ങളും മന്ത്രജപങ്ങളും കീർത്തനങ്ങളും കഥകളും ഉപനിഷത്തിലെ കഥകളും വേദങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും വളരെ മൂല്യവത്തായിട്ടുള്ള സന്ദേശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വരുമ്പോഴാണ് ആധ്യാത്മികതയോട് താല്പര്യമുള്ള ആധ്യാത്മിക സാധനകൾ അനുഷ്ഠിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അപ്പൊ ഉത്സവങ്ങളും ആഘോഷങ്ങളും ശിവരാത്രിയും മഹാനവമിയും എല്ലാം നമ്മളുടെ ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും ഊർജവും പ്രദാനം ചെയ്യുന്ന ദിവസങ്ങളാണ്. നിങ്ങളുടെ വീടിന്റെ അടുത്ത ഒരു ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോൾ എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, അല്ലെ? വളരെ അകലെയുള്ള നമ്മളുടെ ബന്ധുക്കളെല്ലാം നമ്മളുടെ വീട്ടിലേക്ക് വരുന്നു. നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ ദിവസങ്ങളിൽ ജോലി ലീവ് എടുത്തുകൊണ്ട് കുടുംബത്തോടൊപ്പം നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിലെ കൃഷ്ണക്ഷേത്രമാവാം, ശിവക്ഷേത്രമാവാം, ദേവിയുടെ ക്ഷേത്രമാകാം, മുരുകന്റേതാവാം, ഗണപതിയുടെ ആവാം, നമ്മൾ ആഘോഷത്തിൽ പൂർണ്ണമായും പങ്കാളികളാണ്. നമ്മളുടെ വീടും പരിസരവും ശുദ്ധീകരിക്കുന്നു. വീട്ടിൽ എന്ത് ആഘോഷമാണ് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഓരോ ആഘോഷങ്ങളുടെ പിന്നിലും ഉള്ളത് നമ്മളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഊർജ്ജസ്വലതയും ഐശ്വര്യവും നിറയ്ക്കുക എന്നുള്ളതാണ്. ഇതാണ് ഭാരതത്തിന്റെ ആ ഒരു പാരമ്പര്യം. നമ്മൾ ആർഷ ഭാരത സംസ്കൃതി എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമാണ്. നമ്മളുടെ പ്രാർത്ഥന തന്നെ, നമ്മളിപ്പോ ആദ്യം ചൊല്ലി വന്ന പ്രാർത്ഥന തന്നെ അതാണ്, അല്ലെ? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ് നമ്മളുടെ പ്രാർത്ഥന. എനിക്കും എന്റെ കുടുംബത്തിന് മാത്രം സുഖമുണ്ടാകട്ടെ എന്നല്ല ഭാരതീയൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക്, എന്റെ കുടുംബത്തിന്, അച്ഛന്, അമ്മയ്ക്ക്, കുട്ടികൾക്ക്, എന്റെ ബന്ധുക്കൾക്ക്, എന്റെ സുഹൃത്തുക്കൾക്ക്, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിന്, സമൂഹത്തിന്, എന്നെ പരിപാലിച്ചു പോകുന്ന ഈ രാഷ്ട്രത്തിന്, ലോകത്തിന്, ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും സർവ്വലോകങ്ങളിലുള്ള സർവർക്കും നന്മയുണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, ഊർജ്ജസ്വലത ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മഹത്തായ സംസ്കാരത്തിന് ഉടമകളാണ് നമ്മൾ ഭാരതീയർ എന്നുള്ളത്. നമുക്ക് അമ്മയോടുള്ള നമ്മളുടെ ഒരു അറ്റാച്ച്മെന്റ് പോലെ തന്നെയാണ് നമുക്ക് നമ്മളുടെ ഉപാസനാ ദേവതയോടുമുള്ളത്. നമ്മൾ പല ദേവതകളെ ആരാധിക്കുന്നുണ്ടാകാം. പ്രധാനമായും 6 സമ്പ്രദായങ്ങൾ തന്ത്രശാസ്ത്ര പ്രകാരം ദേവതാരാധനകളിൽ വരാറുണ്ട്. അതാണ് ഏറ്റവും പ്രബലമായിരിക്കുന്നത്. അപ്പൊ ശിവനെ ആരാധിക്കുന്നവരുണ്ട്, ശിവനെ പ്രധാന ദേവനായി ഇഷ്ടദേവനായി കണ്ട് ആരാധിക്കുന്നവരുണ്ട്, അല്ലെ? ശൈവർ എന്ന് നമ്മൾ പറയും. ആ സമ്പ്രദായം അറിയപ്പെടുന്നത് ശൈവ സമ്പ്രദായം എന്നുള്ളതാണ്. കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ, നാരായണനെ ഏറ്റവും അധികം ഇഷ്ടമുള്ളതും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്ന സമ്പ്രദായക്കാരുണ്ട്. നമ്മൾ അവരെ വൈഷ്ണവർ എന്ന് വിളിക്കുന്നു. ആ സമ്പ്രദായം അറിയപ്പെടുന്നത് വൈഷ്ണവ സമ്പ്രദായം എന്നുള്ളതാണ്. ചിലർക്ക് ഇഷ്ടം ഇടപ്പള്ളി ഗണപതിയൊക്കെ ആയിരിക്കും, അല്ലെ? ഗണപതിയോട് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോ ഗണപതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. മള്ളിയൂർ ഗണപതി, ഇടപ്പള്ളി ഗണപതി, പഴവങ്ങാടി ഗണപതി, ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗണപതിമാരാണ് കേരളത്തിൽ. അപ്പൊ ചിലർക്ക് ഗണപതിയെ ആയിരിക്കും ആരാധിക്കാൻ ഇഷ്ടം. ഗാണപത്യം അല്ലെങ്കിൽ ഗാണപത്യ സമ്പ്രദായം, ഗണപതി ആരാധനയുള്ള സമ്പ്രദായമാണ് ഗാണപത്യ സമ്പ്രദായം എന്ന് പറയുന്നത്. ചിലർക്ക് മുരുകനെ ആയിരിക്കും ഏറ്റവും അധികം ഇഷ്ടം, അല്ലെ? പഴനി, വേൽമുരുകൻ, ബാലമുരുകൻ, ആ രീതിയിൽ ആരാധിക്കുന്നവരുണ്ട്. ഇപ്പൊ LMRK പോലെയുള്ള സംഘടനകളൊക്കെ വളരെ പ്രബലമായി വന്നപ്പോൾ മുരുകാരാധനയ്ക്ക് കുറെ കൂടി ഒരു ശക്തി കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വന്നിട്ടുണ്ട്. നല്ല കാര്യം, വളരെ നല്ലതാണ്. ഏത് സമ്പ്രദായം ഉയർന്നു വരട്ടെ എന്നാണ് നമ്മുടെയും പ്രാർത്ഥന. അത് സ്കാന്തം അല്ലെങ്കിൽ കുമാര സമ്പ്രദായം എന്നാണ് അറിയപ്പെടുക. മറ്റൊന്ന് ദേവിയെ ആരാധിക്കുന്നവരുണ്ട്. കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരയമ്മ, ദേവിയെ തന്നെ പല ഭാവത്തിൽ, മാതൃഭാവത്തിൽ ആരാധിക്കുന്നവരുണ്ട്.
വിദ്യാസ്വരൂപിണിയായി, സരസ്വതിയായി, മാതംഗിയായി നമ്മൾ ദേവിയെ ആരാധിക്കാറുണ്ട്. ശക്തി സ്വരൂപിണിയായി, കാളിയായി, ചണ്ഡികയായി ദേവിയെ നമ്മൾ ആരാധിക്കാറുണ്ട്. ധനത്തിന്റെ സ്വരൂപയായി, ലക്ഷ്മിയായി നമ്മൾ ദേവിയെ ആരാധിക്കാറുണ്ട്. അപ്പൊ ദേവിയുടെ ആരാധന ശാക്തേയ ആരാധന എന്നാണ് അറിയപ്പെടുക. ആ സമ്പ്രദായം ശാക്തേയ സമ്പ്രദായം എന്നറിയപ്പെടുന്നു. പണ്ട് മുതലേ, ഭാരതത്തിന്റെ പൗരാണിക കാലം മുതൽ എന്നുള്ളതല്ല, ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ സംസ്കാരങ്ങളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം മുതൽ ഇങ്ങോട്ട്, അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പട്ടോമിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ഭാരത സംസ്കാരം എന്നൊക്കെ പറയും. ആ പഴയ സംസ്കാരങ്ങളിൽ എല്ലാം പ്രധാന ദേവനായി ആരാധിച്ചിരുന്നത് ആരെയാണ്? സൂര്യനെയാണ് ആരാധിച്ചിരുന്നത്. സൂര്യാരാധനയ്ക്ക് വളരെ പ്രബലത ഭാരതത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട്. കേരളത്തിൽ തന്നെ സൂര്യകാലടി മന എന്ന് പേരായൊരു മന തന്നെ ഉള്ളത് നമുക്കറിയാം. സൂര്യൻ വിശിഷ്ടമായ ഗ്രന്ഥങ്ങൾ നൽകി അനുഗ്രഹിച്ച ഒരു മന എന്നാണ് നമ്മളുടെയൊക്കെ വിശ്വാസം. അപ്പൊ പ്രധാനമായും 6 സമ്പ്രദായങ്ങൾ നമ്മളുടെ ഈശ്വരാരാധന, ദേവത ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ശൈവം, വൈഷ്ണവം, ഗാണപത്യം, സ്കാന്തം, ശാക്തേയം, സൗരം. 6 ആരാധനാ സമ്പ്രദായം. ഈ 6 ആരാധനാ പാത്രങ്ങളായ ദേവതകളെയും ആരാധിക്കുന്ന ദിവസങ്ങൾ ഒരു വർഷത്തിൽ വരാറുണ്ട്, അല്ലെ? വിനായക ചതുർത്ഥിയായി അല്ലെങ്കിൽ ഗണപതിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആരാധനകൾ നമ്മൾ നടത്താറുണ്ട്. ദേവിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നവരാത്രി, ദസ് പോലെയുള്ള ഉത്സവങ്ങൾ ഭാരതത്തിൽ നടക്കാറുണ്ട്. വിഷ്ണുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ശ്രീകൃഷ്ണ ജയന്തി, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആരാധനകൾ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ നടക്കാറുണ്ട്. ശിവന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ദിവസമാണ് ഏറ്റവും അധികം വരുന്ന ശിവരാത്രി എന്ന് നമ്മൾ പറയും. ഗണപതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതേപോലെ മുരുകന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്കന്ദഷഷ്ടി, തൈപ്പൂയം തമിഴ്നാട്ടിലൊക്കെ നന്നായിട്ട് ആരാധിക്കുന്ന, അവരാചരിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ്. അപ്പൊ എല്ലാ ദേവതകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ കേരളത്തിലും ഭാരതത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും. ഈ ആരാധനകളെല്ലാം തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉത്സാഹവും ശാന്തിയും സന്തോഷവും സമാധാനവും ഈശ്വരീയ അനുഗ്രഹവും നേടിത്തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആരാധനകളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ വരുന്ന മാർച്ച് 8 എന്ന് പറയുന്നത് മഹാശിവരാത്രിയാണ്. നമുക്കറിയാം, ആരാണ് മഹാദേവൻ എന്ന് ചോദിച്ചാൽ, ഇത്രയും അധികം വൈവിധ്യ പൂർണ്ണതകളുള്ള, വൈവിധ്യമാണെങ്കിലും അതിൽ പൂർണ്ണതയുള്ള ഒരു ദേവൻ ഉണ്ടോ എന്നത് സംശയമാണ്. മഹാദേവനെ പറ്റി ഋഷികൾ പറയുന്നത്, കേവലം ഒരു സ്വർഗത്തിലിരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോകത്തിലിരുന്ന് ആജ്ഞകൾ പുറപ്പെടുവിക്കുന്ന, നമ്മളുടെ തെറ്റുകൾക്ക് നമ്മളെ ശിക്ഷിക്കുന്ന, നിത്യനരകം നൽകുന്ന ഒരു ദേവനായിട്ടല്ല ഭാരതീയ സങ്കല്പങ്ങളിൽ ഇത് വരുന്നത്. മഹാദേവൻ മുകളിലിരിക്കുന്ന ഒരു ദൈവമല്ല എന്നും അദ്ദേഹം സദാ നമുക്കൊപ്പം സഞ്ചരിക്കുന്ന സദാശിവനാണെന്നും ഋഷി പറയുന്നു. എത്രയെത്ര വിവരണങ്ങൾ, എത്രയെത്ര വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ മഹാദേവനുണ്ട്, അല്ലെ? നിങ്ങള് വേദമൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, വേദസൂക്തങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ഒരു സൂക്തമുണ്ട്, ശ്രീരുദ്രം അല്ലെങ്കിൽ ശതരുദ്രീയ മന്ത്രങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതീവ പവർഫുൾ ആണ് ആ ശതരുദ്രീയ മന്ത്രങ്ങൾ. അതിൽ തന്നെ എത്രയെത്ര നാമങ്ങളിലൂടെ ഭഗവാനെ ആരാധിക്കുന്നു. ശിവന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ശിവസഹസ്രനാമ സ്തോത്രമുണ്ട്. ഖണ്ഡി ഋഷി എഴുതിയ സഹസ്രനാമ സ്തോത്രമുണ്ട്. മറ്റൊരു സഹസ്രനാമ സ്തോത്രം കൂടി അതിൻ്റെ അകത്ത്. അപ്പൊ ഇതിലും ഭഗവാന്റെ അനേകം പേരുകൾ കാണും. മഹാദേവൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. മഹത്തായ, ഉന്നതനായിരിക്കുന്ന ദേവൻ. പരമേശ്വരൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. പരമം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന ദേവൻ എന്ന് വെച്ചാൽ ദേവാദി ദേവനായിരിക്കുന്ന, സർവ്വദേവതകളുടെയും ദേവനായ ഏകേശ്വരനായ പരമേശ്വരൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അർദ്ധനാരീശ്വരൻ എന്ന് ഭഗവാനെ നമ്മൾ സങ്കല്പിക്കാറുണ്ട്. നോക്കൂ, ഭാരതത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഭാവമാണത്, അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഈ അത്യന്താധുനിക കാലഘട്ടത്തിലും നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിലും ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത്. ഒരു പുരുഷനും സ്ത്രീയും ഒന്നു ചേരുമ്പോൾ മാത്രമാണ് ഒരു സൃഷ്ടി സാധ്യമാകുന്നത്. ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് ഒരേ മനസ്സോടെ, ഒരേ ചിന്താഗതിയോടെ, സ്നേഹപൂർവം, അല്ലെ, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകും. ശിവനും ശക്തിയും ചേരണം, പുരുഷനും സ്ത്രീയും ചേരണം. അപ്പൊ ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ പുരുഷനും സ്ത്രീയും ചേരണം. ഒരു കുടുംബത്തിന് കുടുംബ ഭദ്രത ഉണ്ടാകണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. നോക്കൂ, എത്ര പൗരാണികമാണ് ഈ അർദ്ധനാരീശ്വര സങ്കല്പം. ശിവന്റെ പാതിയാണ് ശക്തി.
ശക്തിയുടെ പാതിയാണ് ശിവൻ. പുരുഷന്റെ പാതിയാണ് സ്ത്രീ, സ്ത്രീയുടെ പാതിയാണ് പുരുഷൻ. പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുക? നമ്മളുടെ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ശ്രേഷ്ഠത ഉണ്ടാകുന്നു. അപ്പൊ ആ അർദ്ധനാരീശ്വര സങ്കല്പം നമ്മളെ കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതും ഒന്നാണ്. അതാണ് ഭാരതീയന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. ഈ ഒരു പ്രത്യേക ദേവതാരൂപം നമുക്ക് വേറെ ഒരിടത്തും കാണാൻ കഴിയും. ശിവനും ശക്തിയും അർദ്ധനാരീശ്വരനായ ഭഗവാൻ. അപ്പൊ ഈ ഒരു വൈവിധ്യത ശിവനുണ്ട്. നിങ്ങൾക്കറിയാം, ഈ 2025 കുംഭമേള നടക്കാൻ പോവുകയാണ്. ഈ കുംഭമേളകളിലെല്ലാം തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും വളരെ വലിയ അഘോരികൾ ഹിമാലയത്തിന്റെ നിഗൂഢമായ ദേശങ്ങളിൽ നിന്ന് കുംഭമേള സമയത്ത് ഗംഗാ സ്നാനം ചെയ്യുന്നതിനായി പല അഖാഡകളിൽപ്പെട്ട ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അഘോരികൾ ഇറങ്ങി വരുന്നൊരു സമയമാണ് കുംഭമേള. അതിൽ ചിലർ 12 വർഷം കൂടുമ്പോൾ മാത്രം വരുന്ന അഖാഡകളുണ്ട്. അഘോരികളിൽ അനേക സമ്പ്രദായക്കാരുണ്ട്. അവരുടെയൊക്കെ ഊർജവും ശക്തിയും ചൈതന്യവും അനുഗ്രഹവും കിട്ടാൻ വേണ്ടിയാണ് നമ്മളും ഒക്കെ കഷ്ടപ്പെട്ട് അലഹബാദിലും പ്രയാഗയിലും ഒക്കെ നമ്മൾ കുംഭമേളയ്ക്ക് പോകാറുള്ളത്, ഗംഗാ സ്നാനം നടത്താറുണ്ട്. അപ്പോ ഇതിൽ തന്നെ ഒരു സങ്കല്പം, ഈ വരുന്ന അഘോരികളിൽ ഒരാൾ പരമശിവനാണെന്ന്. പരമശിവൻ അഘോര രൂപിയായി ഒരു അഖാഡയ്ക്കൊപ്പം ചേരും. അവസാനം നടക്കുന്ന ഗംഗാ സ്നാനത്തിൽ 101 അഘോരികൾ ഗംഗയിൽ സ്നാനം ചെയ്യും. എഴുന്നേറ്റ് വരുമ്പോ അതിൽ ഒരു അഘോരിയെ കാണില്ല, അദ്ദേഹം അപ്രത്യക്ഷനാകുന്ന. അതായത് ശിവനായിരുന്നു ഇവർക്കൊപ്പം നടന്ന അഘോരി എന്നാണ്. ഇതിൽ അനേകം വിശ്വാസങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അഘോര ശിവസങ്കല്പം നിങ്ങൾക്ക് കാണാൻ കഴിയും. അർദ്ധനാരീശ്വരനായി ശിവനെ ആരാധിക്കുന്നത്, സദാ നമ്മളുടെ പ്രാണനായി, നമ്മളുടെ ശ്വാസമായി, നമ്മളുടെ ജീവനെ നിലനിർത്തുന്ന ശക്തിയായി പരമശിവനെ ആരാധിക്കാറുണ്ട്. അദ്ദേഹം സദാശിവൻ എന്നാണ് പറയുന്നത്. ശിവം എന്ന വാക്കിന് മംഗളകരമായത്, ഉണ്മയായത്, സത്യമായതെന്നാണ്. ഓം നമ ശിവായ എന്ന മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ആ പരമാത്മാ ചൈതന്യത്തെ, അകവും പുറവും തിങ്ങുന്ന ആ മഹാശക്തിയെ, ചൈതന്യത്തെ നമസ്കരിക്കുന്നു എന്നുള്ളതാണ്. അതീവ പവർഫുൾ ആയ ഒരു മന്ത്രം കൂടിയാണ് പഞ്ചാക്ഷരി മന്ത്രം എന്ന് വിളിക്കുന്നത്. അപ്പോ അഘോര ശിവനായി ആരാധിക്കുന്നു, സദാശിവനായി ആരാധിക്കുന്നു, അർദ്ധനാരീശ്വരനായി ആരാധിക്കുന്നു, അല്ലെ? നൃത്തത്തിന്റെയും ഗീതത്തിന്റെയും വാദ്യത്തിന്റെയും സംഗീതത്തിന്റെയും കലകളുടെയും ദേവനായി പരമശിവനെ ആരാധിക്കുന്നു. നാട്യശാസ്ത്രം എഴുതിയ ഭരതമുനി അദ്ദേഹത്തിന്റെ ആദ്യ വരികളിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ നടമാടുന്ന പരമശിവനിൽ നിന്നാണ് ഞാൻ ഈ നാട്യശാസ്ത്രം പഠിച്ചത് എന്ന് പറയും. കളരി നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഭാരതീയമായ എല്ലാ സമ്പ്രദായങ്ങളും ശിവന്റെ തന്നെ ഉഗ്രഭാവമുണ്ട്, ഭൈരവമൂർത്തി എന്ന ഭാവം. ആ ഭൈരവ തറയിൽ നമ്മൾ നമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ആ കളരികൾ ആരംഭിക്കുക. അങ്ങനെ അനേക സമ്പ്രദായങ്ങൾ, ഭാരതീയമായ അനേക വിജ്ഞാനങ്ങളുടെ സ്രോതസ് ശിവനാണ്, പരമേശ്വരനാണ് എന്നാണ് പറയുന്നത്. ഋഷികൾ പറയുന്നത് 7 കോടി മഹാമന്ത്രങ്ങൾ ലോകത്തുണ്ടെന്നാണ്. 7 സാധാരണ മന്ത്രങ്ങളല്ല, 7 കോടി മഹാമന്ത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. യോഗശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും ഒക്കെ ആയിട്ട് വിവരിക്കുന്ന നിഗൂഢമായിരിക്കുന്ന മന്ത്രങ്ങൾ ഉൾപ്പെടെ 7 കോടി മഹാമന്ത്രങ്ങളെ പറ്റി പറയും. അതിൽ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഋഷി പറയുന്നത് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമെന്നാണ്. എല്ലാ മന്ത്രങ്ങൾക്കും അതിന്റെ പവിത്രതയുണ്ട്, എല്ലാ മന്ത്രങ്ങൾ ജപിച്ചാലും ഫലസിദ്ധിയുണ്ട്. പക്ഷെ പഞ്ചാക്ഷരിക്ക് കുറെ കൂടി ശക്തിമത്തായിട്ടുള്ള ഒരു മന്ത്രമാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പത്മനാഭസ്വാമി ക്ഷേത്രമാണെന്ന് നിങ്ങൾക്കറിയാം, അല്ലെ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഗ്രഹം എങ്ങനെയാണ്? നിൽക്കുന്ന വിഗ്രഹമല്ല, അല്ലെങ്കിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹമല്ല, ചരിഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള വിഗ്രഹമാണ്, അല്ലെ? അനന്തശായിയായി കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനന്ത പത്മനാഭൻ, ശ്രീ പത്മനാഭൻ എന്നാണ് വർണ്ണിക്കുന്നത്, അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു കൈ താഴേക്ക്, അദ്ദേഹം ഒരു കൈ താഴേക്ക് വെച്ച് കിടക്കുന്നുണ്ട്. നിങ്ങൾ ആ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കണം. അദ്ദേഹത്തിന്റെ ഒരു കൈ, പത്മനാഭന്റെ ഒരു കൈ എവിടെയാണ് പോയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കാണാൻ കഴിയും, അത് താഴെയുള്ള ഒരു ശിവലിംഗത്തിൽ സ്പർശിക്കുന്നതായിട്ട് കാണാൻ കഴിയും. രാവണനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്, ശ്രീരാമൻ ലങ്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് രാമേശ്വരത്ത് വെച്ചൊരു ശിവലിംഗം നിർണയിക്കുന്നു, അല്ലെ? രാമേശ്വരനായ ദേവൻ, രാമേശ്വര, ശിവരാമേശ്വര എന്ന് പറയാണ്. അപ്പൊ നമ്മളുടെ അവതാരങ്ങളും അവധൂത പുരുഷന്മാരും
അപ്പൊ ശ്രീനാരായണ ഗുരുദേവനെ പോലെ കേരളത്തിൽ ഇത്രയും അധികം സാമൂഹ്യ പരിഷ്കാരം വരുത്തിയ, കേരളത്തിന്റെ ആധ്യാത്മിക, വിദ്യാഭ്യാസ, സാമൂഹിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, ഇവരൊക്കെ എഴുതിയ കൃതികൾ നമ്മൾ പഠിക്കണം. ഗുരു ഏറ്റവും അധികം വർണ്ണിച്ചിരിക്കുന്നത് പരമശിവനെ പറ്റി അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാട് വരും പൊരുളെ. അനേകം കൃതികൾ കുണ്ഡലിനി പാട്ടിലൂടെ, ശിവശതകത്തിലൂടെ ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശൈവാരാധന ശിവാരാധനയ്ക്ക് ഏറ്റവും പ്രാമുഖ്യമുണ്ട്. അതിനർത്ഥം നിങ്ങൾ വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ വിഷ്ണുവിനെ ഒഴിവാക്കണമെന്നല്ല, ദേവിയെ ആരാധിക്കണമെങ്കിൽ ദേവിയെ ഒഴിവാക്കണമെന്നല്ല. ഇഷ്ടദേവതകൾ എല്ലാവർക്കും വേണം. പക്ഷെ പരമേശ്വരനെ വന്ദിക്കണം എന്നുള്ളത് യോഗികൾ കാണിച്ചു തന്നിട്ടുണ്ട്. മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ ഈ ശ്രീകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിന്റെ മുൻ ഒരു ജന്മം, നരനാരായണ ഋഷി ജന്മത്തില് 10,000 ദിവ്യ സംവത്സരം ശ്വാസരഹിതനായി പരമശിവനെ ഉപാസിച്ചു എന്ന് നമ്മൾ ഇതിഹാസ കൃതികൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റും. 10,000 ദിവ്യ സംവത്സരം ശ്വാസരഹിതനായി സമാധിയിൽ പരമേശ്വരനെ ധ്യാനിച്ചയാളാണ് ആര്? പിന്നീട് നമ്മൾ ശ്രീകൃഷ്ണനായിട്ട് വന്നു. അനന്തപത്മനാഭൻ കിടക്കുന്നത് പൂജിക്കുന്നതും ആരെയാണെന്ന് നോക്കുക. രാമേശ്വരനായ തന്റെ ദേവനെ ആരാധിച്ചിട്ടാണ് ശ്രീരാമൻ രാവണനുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ പോയത്. അപ്പൊ നമ്മളുടെ അവതാരങ്ങളും അവധൂത പുരുഷന്മാരും ആചാര്യരും ദാർശനികരും ഒക്കെ കാണിക്കുന്നത് ശിവാരാധനയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരമേശ്വരൻ, ഈശ്വരൻ, ഏകനായ ഈശ്വരൻ, ദേവാദിദേവൻ, ഈശ്വരന്മാരുടെയും ഈശ്വരൻ എന്ന് നമുക്ക് പറയാം, ഏകേശ്വരൻ എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ വരുന്ന മാർച്ച് 8 ശിവരാത്രി ദിനത്തിൽ ആ ശിവാരാധനയ്ക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ ചെയ്യണം. എന്താണ് ഈ ശിവാരാധനയുടെ പ്രത്യേകത? ക്ഷിപ്രപ്രസാദിയായ ദേവനാണ് പരമശിവൻ എന്നാണ് പറയുന്നത്. ക്ഷിപ്രപ്രസാദിയാണെന്ന് പറയും. ഋഷി പറയുന്നത്, ഒരു ചുവട് നമ്മൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വെച്ചാൽ അദ്ദേഹം നമ്മളിലേക്ക് 100 ചുവടുകൾ വെക്കുമെന്ന്. നമ്മൾ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 100 പ്രാവശ്യം ഭക്തന്റെ വിളി കേൾക്കും. നിങ്ങൾ പുരാണത്തിൽ മാർക്കണ്ഡേയന്റെ കഥ നിങ്ങൾ കേട്ടുക അല്ലെ? മാർക്കണ്ഡേയന് ആയുസ് 16 വയസ്സായിരുന്നു. ആ കഥ നിങ്ങൾക്കറിയാം. മൃഗണ്ടുവിന്റെ പുത്രനായ മാർക്കണ്ഡേയന്റെ കഥ നമ്മൾ പുരാണത്തിൽ പഠിച്ചിട്ടുണ്ട്. 16 വയസ്സാകുമ്പോൾ ആ കുട്ടി മരിച്ചു പോകും. കാലൻ, യമധർമ്മൻ വന്ന് കൊണ്ടുപോകും. നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ കഥയുടെ അവസാനം. 16 വയസ്സായി, താൻ മരിക്കുമെന്നറിയാം. അച്ഛനും അമ്മയും ദുഃഖിതരാണ്. അച്ഛൻ ഉപദേശിച്ചു, മകനെ നീ പരമശിവനെ ഉപാസിക്കുക. മാർക്കണ്ഡേയൻ ശിവലിംഗത്തിന്റെ മുമ്പിലിരുന്ന് നിരന്തരമായി ഓം നമഃ ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് പരമശിവനെ ഉപാസിച്ചു. മാർക്കണ്ഡേയന്റെ സമയമായ സമയത്ത് കാലൻ പോത്തിന്റെ പുറത്ത് കയറി, നമ്മളെ സങ്കല്പം, കയറൊക്കെ കറക്കി വന്നു അല്ലെ? മാർക്കണ്ഡേയനെ കെട്ടിവലിച്ചു കൊണ്ടുപോകുവാനായി ആ കയറിട്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കയറ് ചെന്ന് വീണത് മാർക്കണ്ഡേയന്റെ മേത്ത് ഉൾപ്പെടെ ശിവലിംഗത്തിലാണ്. അദ്ദേഹം ആരാധിച്ചു കൊണ്ടിരുന്ന ശിവലിംഗത്തിന് മുകളിൽ യമന്റെ യമപാശം ചെന്ന് മുറുകി. തന്റെ ഭക്തനെ, തന്നെ ഉപാസിക്കുന്ന തന്റെ ഭക്തനെ യമൻ ഉപദ്രവിക്കുന്നത് കണ്ട്, കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കണ്ട് പരമശിവൻ പ്രത്യക്ഷപ്പെടുത്തുവെന്നും തന്റെ 3-ാം കണ്ണ്, തൃക്കണ്ണ് തുറന്ന് ആരെ ഭസ്മമാക്കി കളഞ്ഞു? യമനെ ഭസ്മമാക്കി കളഞ്ഞു. മരണത്തിന്റെ ദേവനെ ഭസ്മമാക്കി കളഞ്ഞു. ഉടനെ ദേവന്മാരും എല്ലാവരും അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, യമൻ ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ മരണം ഉണ്ടാവില്ല, ഇവിടുത്തെ ജീവവ്യവസ്ഥ തന്നെ താറുമാറായി പോകും. അതുകൊണ്ട് അങ്ങ് യമനോട് ക്ഷമിച്ചാലും അവനെ പുനരുജ്ജീവിപ്പിച്ചാലും മാർക്കണ്ഡേയനെ നമുക്ക് 16 വയസ്സെന്ന ആയുസ്, ഇന്നും ചിരഞ്ജീവിയായി ജീവിക്കുന്ന ഒരാളാണ് മാർക്കണ്ഡേയൻ എന്നാണ് നമ്മളുടെ വിശ്വാസം. അങ്ങനെ അതുകൊണ്ടാണ് യമനെ എരിച്ചവനാണെന്ന് പറയും. കാമദേവനെയും കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്, യമനെയും കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായത് ഈ കഥ കാണിക്കുന്നത് എന്താണ്? ഈ ഭക്തനോട് ഇത്രയും അധികം സ്നേഹമുള്ള, വളരെ വേഗത്തില് നമ്മളോട് പ്രതികരിക്കുന്ന, നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഫലം നൽകുന്ന ദേവൻ. അതാണ് നിങ്ങൾ തമിഴ് പാരമ്പര്യത്തിൽ 18 സിദ്ധന്മാരെ പറ്റി നമുക്ക് പഠിക്കാൻ കഴിയും. ഈ 18 സിദ്ധന്മാരും ഏറ്റവും അധികം ഉപാസിക്കുന്നത് ഏതാണെന്ന് നോക്കുക. ഞാൻ പറയുന്നതൊന്നും അപ്പാടെ നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ പഠിക്കുക, യുക്തിപൂർവ്വം ചിന്തിക്കുക. അപ്പൊ നമ്മളുടെ സിദ്ധ പാരമ്പര്യവും നമ്മളുടെ അവധൂത ദാർശനിക ആചാര്യ പാരമ്പര്യവും ഒക്കെ കാണിച്ചു തരുന്നത് ശൈവാരാധനയുടെ പ്രാധാന്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടദേവതയെ തീർച്ചയായിട്ടും നിങ്ങൾ ആരാധിക്കണം, അത് ഏറ്റവും നല്ല കാര്യമാണ്. ഒപ്പം പരമേശ്വര മന്ത്രം ഓം നമ ശിവായ മന്ത്രം ഡെയിലി ഒരു 5 മിനിറ്റെങ്കിലും ജപിക്കണമെന്നാണ് ഋഷികൾ പറയുന്നത്. പണ്ടത്തെ നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൽ
രാവിലെ അഗ്നിഹോത്രത്തോടൊപ്പം തന്നെ എന്ത് ചെയ്തിരുന്നു? പഞ്ചാക്ഷരി 108 പഞ്ചാക്ഷരി ചൊല്ലിയാണ് ഒരു 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 വീട് ഉണരുന്നത് തന്നെ. 108 പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടാണ് ഒരു വീട് ഉറക്കത്തിലേക്ക് പോകുന്നത്. ശിവനെ സ്മരിച്ചു തുടങ്ങും, ശിവനെ സ്മരിച്ചു ജീവിക്കും, അവസാനം രാത്രി ശിവനെ സ്മരിച്ചുറങ്ങും. ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ വേണ്ടത്. ശിവനെ സ്മരിച്ച് നമ്മൾ ജീവിക്കണം. ശിവനെ സ്മരിച്ചാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മരണസമയത്തും ശിവനെ സ്മരിക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞത്, ഈ പഞ്ചാക്ഷരി മന്ത്ര ജപത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ചിലർ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. ഓം ന മ ഷി വ യ 6 അക്ഷരമില്ലേ? പഞ്ചം എന്ന വാക്കിന് 5 എന്നാണ് അർത്ഥം. അപ്പൊ പഞ്ചാക്ഷരി എന്ന് പറഞ്ഞാൽ 5 അക്ഷരമേ പാടുള്ളൂ. ഇവിടെ ഓം നമ ശിവായ എന്ന് പറയുമ്പോഴും അതിനെ വിളിക്കുന്ന പേര് പഞ്ചാക്ഷരി എന്ന് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും? ഇതിൽ നിങ്ങൾക്കറിയാം, രണ്ട് ഭാഗങ്ങൾ ഈ മന്ത്രത്തിനുണ്ട്. ഒന്ന് ബീജമന്ത്രവും നാമമന്ത്രവും ഉണ്ട്. ബീജമന്ത്രങ്ങളെ പറ്റി നിങ്ങൾ കേട്ട് കാണും. പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത മന്ത്രങ്ങളാണെന്ന് നമ്മൾ പൊതുവെ പറയും, അല്ലെ? മന്ത്രങ്ങളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അനേക വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് 2 വിഭാഗങ്ങളെ ഇപ്പൊ പഠിക്കാം: ബീജമന്ത്രങ്ങൾ, നാമമന്ത്രങ്ങൾ. നാമമന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ദേവതയെ പറ്റി വ്യക്തമായി നമുക്ക് ആ മന്ത്രം ചൊല്ലുമ്പോൾ മനസ്സിലാകും. ഓം നമോ ഭഗവതേ വാസുദേവായ, വസുദേവപുത്രനായ വാസുദേവനെ ഞാൻ വന്ദിക്കുന്നു. ഓം ശ്രീ മഹാഗണപതയെ നമ, മഹാഗണപതിയെ വന്ദിക്കുന്നു. ആ നാമം, ആ ദേവതയുടെ നാമം അപ്പോൾ തന്നെ നമുക്ക് ക്ലിക്കാവും, ഇല്ലേ? ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ, ഓം ശ്രീ ഹരിഹരസുതായ നമ, ഓം ശ്രീ ഭൂതനാഥായ നമ. ഇതൊക്കെ ചൊല്ലുമ്പോൾ ഏതാണ് ദേവത എന്നറിയാൻ പറ്റും. എന്നാൽ ചില ബീജാക്ഷരികളുണ്ട്, ഒന്നും പിടികിട്ടില്ല. ക്രീം, ക്ലീം, ഹ്രീം, ഹും, ഇതൊക്കെ ബീജാക്ഷരികളാണ്. പക്ഷെ ഇത് മന്ത്രശാസ്ത്രത്തിലെ ഒരു വിഭാഗമാണ്. അതീവ ശക്തമായ ദേവതാ ചൈതന്യം, ശക്തി ഉൾക്കൊള്ളുന്നതാണ്. അതിനെപ്പറ്റി പിന്നീട് വിശദമായൊരു സെക്ഷനിൽ പ്രതിപാദിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഓം നമ ശിവായ എന്ന് ചൊല്ലുമ്പോൾ അതിൽ നാമമന്ത്രവുമുണ്ട്, ബീജമന്ത്രവുമുണ്ട്. ഓംകാരം എന്നുള്ളത് പരമശിവന്റെ ബീജാക്ഷരിയാണെന്ന് പറയുന്നു. പരബ്രഹ്മത്തിന്റെ, പരമേശ്വരന്റെ മന്ത്രമാണ് ഓം. ഈ പ്രപഞ്ചത്തിൽ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദം ഓംകാരമാണെന്ന് പറയും. നാസ പോലും ഈ ഇടയ്ക്ക് സൂര്യനെ പറ്റി പഠിച്ചിട്ട് സൂര്യന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. സൗണ്ട് ഓഫ് സൺ എന്ന ഈ ക്ലാസ്സിന് ശേഷം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ലിസൺ ചെയ്യാൻ കഴിയും. അത് പണ്ട് ഭാരതീയ ഋഷികൾ പറഞ്ഞ തസ്യവാചക പ്രണവ, ആ വാചകം, ആ ശബ്ദം, ആദിയിൽ വചനമുണ്ടായത്, ആ നാദം എന്ന് പറയുന്നത് ഓംകാരമാണെന്ന് നാസയും പറയുന്നു. സൂര്യൻ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് ഈ പറയുന്ന ഓംകാര നാദത്തോട് സാദൃശ്യമുണ്ട്. ഋഷി പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിലും എല്ലാം മുഴങ്ങുന്ന മന്ത്രം ആ ഓംകാരമാണെന്ന്. അപ്പൊ ഓംകാരം പരമശിവന്റെ തന്നെ ബീജാക്ഷരി ആയതുകൊണ്ട് പഞ്ചാക്ഷരിയിൽ ഓംകാരം ചേർന്ന് വരുമ്പോഴും അതിനെ പഞ്ചാക്ഷരി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം മഹാദേവന്റെ തന്നെ ശക്തി ചൈതന്യങ്ങളുള്ള ഈ പറയുന്ന ബീജാക്ഷരിയാണ് അത് കൊള്ളുന്നത്. അപ്പൊ ഈ പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്, ശിവപഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ഓം ന മ ശിവായ എന്ന മന്ത്രമാണ്. സപ്തകോടി മഹാമന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണിത്. ശ്രീ പരമശിവന്റെ മന്ത്രമാണിത്. പരബ്രഹ്മത്തിന്റെ മന്ത്രമാണിത്. പരമഗുരുവിന്റെ മന്ത്രമാണ്, അല്ലെ? ദക്ഷിണാമൂർത്തി എന്ന ഭാവം ശിവനുള്ളത് നമുക്കറിയാം. ദക്ഷിണാമൂർത്തി എല്ലാ വിജ്ഞാനങ്ങളുടെയും ജ്ഞാനത്തിന്റെയും ഒക്കെ മൂർത്തിമത് ഭാവം എന്ന് പറയും. ഗുരു രൂപത്തിൽ വന്നയാളാണ്. സനാതന ധർമ്മത്തിന്റെ പ്രചരണാർത്ഥം, അതിന്റെ അനുഷ്ഠാന പ്രചരണാർത്ഥം വന്ന ഒരു ഭാവമാണ്, ഗുരുഭാവമാണ് ദക്ഷിണാമൂർത്തിയുടെ. അതുപോലെ തന്നെ ആദിനാഥൻ, ദത്താത്രേയൻ, ഗോരഖനാഥൻ, ഇന്ദ്രനാഥൻ, അഗസ്ത്യൻ, വിശ്വാമിത്രൻ, അങ്ങനെ അനേക ഋഷി പാരമ്പര്യം നമുക്കുണ്ട്. അപ്പൊ അതാണ് നിങ്ങളൊരു ഒരു ശ്ലോകം കേട്ട് കാണും. നമ്മള് ഗുരുവിനെയൊക്കെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ശ്ലോകമുണ്ട്. ഓം സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര. കേട്ട് കാണും, അല്ലെ? സദാശിവ സമാരംഭം, സദാശിവനിൽ നിന്നാണ് എന്റെ ഗുരു പരമ്പര ആരംഭിക്കുന്നത്. ശങ്കരാചാര്യ മധ്യമം, ആദിശങ്കരൻ മധ്യമമായി വന്നതാണ് എന്റെ പരമ്പര. അസ്മദാചാര്യ പര്യന്താം, അങ്ങനെ എന്റെ ആചാര്യൻ, എന്റെ ഗുരു വരെ എത്തിയിരിക്കുന്ന സർവ്വ ഗുരുക്കന്മാരെയും ഞാൻ വന്ദിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എവിടെ നിന്നാണ് ഇതിന്റെ ഉദ്ഭവം എന്ന ശ്ലോകത്തിൽ തന്നെ കാണാൻ കഴിയും, സദാശിവനിൽ നിന്ന്. ശൈവാഗമ സിദ്ധാന്ത പ്രകാരം പരമശിവന്റെ 5 മുഖങ്ങളുണ്ട്. പഞ്ചമുഖിയായ പരമേശ്വര സങ്കല്പമുണ്ട്. ഈ 5 മുഖങ്ങളിൽ നിന്നും ഗുരുപരമ്പരകൾ ഉത്ഭവിച്ചു എന്നാണ് പറയുന്നത്. ഏതാണ് ഈ 5 മുഖങ്ങൾ? കേട്ട് കാണും, അല്ലെ? സദ്യോജാതം, വാമദേവം, അഘോരം, ഈശാനം, തത്പുരുഷം.
സദ്യോജാതം, വാമദേവം, അഘോരം, ഈശാനം, തത്പുരുഷം, പഞ്ചമുഖ ശിവസങ്കല്പം. ഇതിൽ നിന്ന് ഗുരു പരമ്പരകൾ ആരംഭിച്ചു. ആ പരമശിവനിൽ നിന്ന് ആരംഭിച്ച ഗുരുപരമ്പരകളാണ് ഭാരതത്തിലും ലോകത്തിലും ഒക്കെ പ്രചരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഹിമാലയത്തിലെ ഇന്നും വളരെ ആക്റ്റീവായിരിക്കുന്ന നവനാഥ സാധു സംഘത്തെ പറ്റി നിങ്ങൾ കേട്ട് കാണും. നാഥ സമ്പ്രദായക്കാരാണ് ഇവര്. കേട്ടിട്ടില്ലേ? നമ്മളുടെ ചില സ്ഥലങ്ങൾക്കുള്ള പേര് കേദാർനാഥ്, പശുപതി നാഥ്. കാരണം നാഥ സമ്പ്രദായക്കാരുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഈ നാഥ സമ്പ്രദായക്കാര് അതേപോലെ തന്നെ ഈശാന ശിവയോഗികളും നാഥയോഗികളുമാണ് ഈ പ്രചരണം നടത്തിയത്. ഇന്ന് സൗദി അറേബ്യയുടെ പല സ്ഥലങ്ങളിൽ പോലും എക്സ്കവേഷൻ നടത്തുമ്പോൾ അവിടെ നിന്നും ശിവലിംഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, മോഹൻജദാരോ ഹാരപ്പയിൽ നടത്തിയ ഉത്ഖനനത്തില് പശുപതിനാഥന്റെ വിഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതായത് യൂറോപ്പിലും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ പോലും ഇന്നും നടക്കുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല കാര്യങ്ങളിലും തെളിവുകളിലുമൊക്കെ ഈ ശൈവാരാധന വളരെ പ്രബലമായിരുന്നു എന്ന് കണ്ടു. അതിന്റെ കാരണം ഇതാണ്: ഈശാന ശിവയോഗികളും നാദസമ്പ്രദായ യോഗികളും ലോകമെങ്ങും ഇത് പ്രചരിപ്പിക്കാനായിട്ട് സഞ്ചരിച്ചിരുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഭാരതത്തിലേക്ക് ഇത്രയും അധികം ആൾക്കാർ ലോകത്ത് നിന്ന് വരുന്നത്? ജർമ്മനിയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്. എന്തുകൊണ്ടാണ്? ഇതിനൊരു പാരമ്പര്യമുണ്ട്. അവരെല്ലാം പറയുന്നത് കിഴക്കിന്റെ രാജ്യം എന്നാണ്, അല്ലെ? എന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ രാജ്യം, സൂര്യന്റെ രാജ്യം, അറിവിന്റെ രാജ്യമായിട്ട് ഭാരതത്തെയാണ് പറയുന്നത്. ഭാരതത്തിലുള്ള ഗുരുക്കന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാരാണ് ഇന്ന് ലോകത്തെല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന സമ്പ്രദായം. നമുക്ക് അതിനോട് അനുകൂലം ഉണ്ടാവാം, പ്രതികൂലത ഉണ്ടാവാം. പക്ഷെ ഈ ഭാരതത്തിലേക്ക് സ്പിരിച്വാലിറ്റി പഠിക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരെത്തും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മൾ ഈ പറയുന്ന മാർച്ച് 8 മഹാശിവരാത്രി നിങ്ങൾ നന്നായി, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇയർ കൂടിയാണ് 2024 എന്ന് പറയുന്നത്. ഈ 2024 ശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞ് 7-8 വർഷങ്ങൾ കഴിയുമ്പോൾ, അതായത് 2031 2052 ഇടയിൽ ഭാരതത്തിൽ വളരെ വലിയൊരു മിഷൻ നടക്കുന്നതായിട്ട് ഋഷികൾ പറയുന്നു. ഇത് ഗുരുപരമ്പര സമ്പ്രദായക്കാർക്കെല്ലാം പരസ്പരം അറിയാവുന്ന ഒരു കാര്യമാണ്. അരവിന്ദ മഹർഷി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, പരമഹംസ യോഗാനന്ദ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, പല യോഗികളും ഇതിനെയൊക്കെ പറ്റി സൂചനകൾ നൽകിയിട്ടുണ്ട്. അതായത് മറ്റൊരു പരിവർത്തന യുഗം, ഇതിനെ വിളിക്കുന്നത് മഹാപരിവർത്തന യുഗം എന്നാണ് ഋഷികൾ വിളിക്കുന്നത്. 2031 2052 ഇടയിലുള്ള 21 വർഷങ്ങൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ള വർഷങ്ങളാണ്. കാരണം ഭാരതത്തിന്റെ ആ ഒരു ആധ്യാത്മിക ചൈതന്യം, ലോക ഗുരുവാകുന്ന ഭാരതത്തിന്റെ ആ ഒരു പ്രഭ എങ്ങും പ്രചരിക്കുന്ന ഒരു സ്ഥലം, ഒരു പ്രധാനപ്പെട്ട ഒരു വർഷം കൂടിയാണ്. നിങ്ങൾ കേട്ട് കാണും, SS A രാമയ്യ എന്ന് വിളിക്കുന്ന വളരെ പ്രശസ്തനായ ഒരു ക്രിയായോഗിയുണ്ട്, SS A രാമയ്യ. അദ്ദേഹം എഴുതിയ പുസ്തകത്തില്, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡിസ്കഷനിൽ പങ്കെടുത്തപ്പോൾ ഒരാളൊന്ന് ചോദ്യത്തിലും അതുണ്ടായിരുന്നു. 2052 നിങ്ങൾ കേട്ട് കാണും, ഒരു യോഗിയുടെ ആത്മകഥ എന്ന് വിളിക്കുന്ന പുസ്തകം വായിച്ച ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, പരമഹംസ യോഗാനന്ദൻ എഴുതിയ വളരെ പ്രശസ്തമായ യോഗശാസ്ത്രത്തെ പറ്റി, ഭാരതീയ ഗുരുക്കന്മാരെ പറ്റി, പല സിദ്ധിവിജ്ഞാനങ്ങളെ പറ്റി, ആ കഴിവുണ്ടായിരുന്ന ആൾക്കാരെ പറ്റിയൊക്കെ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഒരു യോഗിയുടെ ആത്മകഥ. ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളില് സ്പിരിച്വൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിലെ റഫറൻസ് ഗ്രന്ഥം കൂടിയായിട്ടാണ് ഈ യോഗിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥം ഉപയോഗിക്കുന്നത്. അതില് പറയുന്ന ഒരാളുണ്ട്, നിങ്ങൾ കേട്ട് കാണും, മഹാവതാർ ബാബാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ഒരു സിനിമ തന്നെ രജനീകാന്തിന് ദർശനം നൽകിയ ആരാണ്? രജനീകാന്തിന്റെ ഗുരുവിന്റെ ഗുരുവാണ്, രജനീകാന്തിന്റെയും ഗുരുവാണ് മഹാവതാർ ബാബാജി. അദ്ദേഹം ഇപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും ബാബാജി ലൈവാണ്, ബാബാജി ജീവിച്ചിരിക്കുന്ന ഒരാൾ. എത്ര വർഷമായിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. നമ്മൾ 80-100 വർഷമാണ് നമ്മളുടെ ആയുസ്. അത് കഴിയുമ്പോൾ നമ്മൾ പോകും. 100 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് ഗൂഗിൾ മീറ്റിൽ ഇരുന്ന് ഇതിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മുറിയിൽ നിങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ 100 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ടാവില്ല. ഞാൻ ഇരിക്കുന്ന എൻ്റെ മുറിയിൽ ഞാനും ഉണ്ടാവില്ല. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ജീവിക്കുന്നവരാണ്. ഒരു ചിത്രശലഭത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിശാശലഭത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 7 ദിവസമാണ്. പക്ഷെ ആ 7 ദിവസങ്ങളും നിശാശലഭത്തിന് 70 വർഷങ്ങൾ പോലെയാണ് പോകുന്നത്. അപ്പൊ ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ജനന മരണങ്ങൾക്ക് അതീതരാണ്. മഹാവതാർ ബാബാജിയെ പറ്റി പറയുന്ന അത്തരം എത്രയോ വർഷങ്ങളായി ഈ ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാഗുരുവാണ് മഹാവതാർ ബാബാജി. നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ പരമ്പരയിലെ ഒരു മഹാഗുരു കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആശ്രമം ഹിമാലയത്തിലെ മഹാനാരായണ ആശ്രമം എന്ന് വിളിക്കുന്ന ഒരു ആശ്രമമുണ്ട്. ശംബാല എന്ന് വിളിക്കുന്ന സ്ഥലത്ത് സിദ്ധാശ്രമത്തിനോട് ചേർന്നാണ്
ബാബാജിയുടെ ആശ്രമം ഇന്നുള്ളത്. ബാബാജി ഭാരതത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിൽ പോലും അടുത്തിടെ പോലും സന്ദർശിച്ചിരിക്കുന്ന ആളാണ് മഹാവതാർ ബാബാജി. അനേക ശിഷ്യ സമ്പന്നന്മാർ, സമ്പത്തുകൾ അദ്ദേഹത്തിനുണ്ട്. ഗൃഹസ്ഥരായവരും അവധൂതന്മാരായവരും അവതാരങ്ങളായിട്ടുള്ളവരും ഒക്കെ ഗൈഡ് ചെയ്യുന്ന മഹാഗുരുവാണ് ബാബാജി. ഇന്നും അദ്ദേഹം ജീവിക്കുന്നു. അപ്പൊ ആ ബാബാജിയെ പറ്റി ലോകം അറിയുന്നത് പരമഹംസ യോഗാനന്ദൻ എഴുതിയ യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നാളെ തന്നെ വാങ്ങിച്ച് വായിക്കണം. ഒരു യോഗിയുടെ ആത്മകഥ പരമഹംസ യോഗാനന്ദൻ എഴുതിയ ഒരു പുസ്തകമാണ്, ലോക പ്രശസ്തമായിട്ടുള്ള പുസ്തകം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ബാബാജി 2052 മഹാവതാർ ബാബാജി വേൾഡ് റിലീജിയൻ ഓഫ് യോഗയുടെ അന്താരാഷ്ട്ര കോൺഫറൻസ് നടക്കുമ്പോൾ അവിടെ പൊതുജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമെന്ന് SS രാമയ്യ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 2052 തുടങ്ങുന്ന മറ്റൊരു മിഷന്റെ ഭാഗമായിട്ടാണ് ബാബാജിയും മറ്റനേക ഗുരുക്കന്മാരും വരുന്നത്. ഈ 2031 2052 ഇടയിൽ ഭൂമിയിലേക്ക് അനേകം ദിവ്യാത്മാക്കൾ ജന്മമെടുക്കുമെന്ന് പറയും. അരവിന്ദ മഹർഷി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ദിവ്യാത്മാക്കളുടെ ജന്മം ഉണ്ടാകും. നിങ്ങൾ പുരാണ ഇതിഹാസങ്ങൾ വായിച്ചാൽ കേട്ട് കാണും. പണ്ട് ഇന്ദ്രനും അതേപോലെ അഗ്നിദേവനും നാരദനും ഒക്കെ ഭൂമി സന്ദർശിച്ചിരുന്നു. ഇവിടുത്തെ രാജകൊട്ടാരങ്ങൾ സന്ദർശിച്ചിരുന്നു. അവിടെയും ആ ലോകവും ഈ ലോകവുമായിട്ടൊക്കെ നമുക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കലിയുഗാരംഭത്തോടെ നമുക്ക് ആ കണക്ഷൻ വിട്ടു. നമ്മൾ ഇന്ന് സ്പിരിച്വാലിറ്റിയെ പറ്റി ചിന്തിക്കുന്നവരില്ല, സാധനകൾ ചെയ്യുന്നവരില്ല. പണ്ടത്തെ രാജാക്കന്മാർ രാജർഷികളായിരുന്നു, രാജാവുമായിരുന്നു, ആധ്യാത്മികതയുടെ ഉന്നത പടവുകൾ കയറി ജ്ഞാനം ലഭിച്ച ഋഷികളുമായിരുന്നു. അവരെയാണ് രാജർഷി എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കും. ഹയർ സോൾസ് ഈ ഭൂമിയിൽ ജന്മമെടുക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള അച്ഛനമ്മമാർ വരും. സാധന ചെയ്യുന്ന കുണ്ടലിനി ശക്തി ജാഗ്രതായ അനേകം ആൾക്കാർ ഈ ഭൂമിയിൽ ജന്മമെടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഭാരതം ലോകത്തെ മുഴുവൻ നയിക്കും. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ ലോക മഹാമത സമ്മേളനത്തിലെ പ്രസംഗത്തിൽ പറഞ്ഞത് നമുക്ക് ഇന്നും പ്രബലമാണ്. ഭാരതം ഒരു തീവണ്ടി എഞ്ചിനാണ് സ്പിരിച്വാലിറ്റിയുടെ. മറ്റ് രാഷ്ട്രങ്ങളെല്ലാം കോർത്ത് ഒന്ന് ചേർത്ത് ഒരു ചരടിൽ കോർത്ത മുത്തുമണിമക്കളെ എന്ന പോലെ അവയെ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്ന പാരമ്പര്യമാണ് ഭാരതത്തിന്റെ. നോക്കൂ, ലോകത്ത് എവിടെയുമുള്ള വിദേശികൾ ഭാരതത്തിലേക്കാണ് ആധ്യാത്മികത പഠിക്കാൻ വരുന്നത്. ഇത് അതിന്റെ ഈറ്റില്ലമാണ്. അപ്പൊ നമ്മൾ അതിന്റെ യഥാർത്ഥ അവകാശികളാണ്. പക്ഷെ നമ്മളിത് പഠിക്കുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഈ 2031 52 എന്ന് പറയുന്നത് സുപ്രധാന വർഷങ്ങളാണ്. 21 വർഷങ്ങൾ മഹാപരിവർത്തന യുഗം എന്ന് പറയുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള 7 വർഷങ്ങൾ 2024 ഈ ശിവരാത്രി ദിവസം മുതൽ തന്നെ ഗുരുക്കന്മാരുടെ ഒരു മിഷന്റെ ഭാഗം ആരംഭിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ശിവരാത്രിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ശിവരാത്രിയെ നമ്മൾ എങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. ഈ ശിവരാത്രി നമുക്ക് എങ്ങനെ ആരാധിക്കാം? നാളെ തിങ്കളാഴ്ചയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ദിവസം, വെള്ളിയാഴ്ചയാണ് ശിവരാത്രി, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, 5 ദിവസം നിങ്ങൾക്ക് വ്രതം സ്വീകരിക്കാം. എന്ന് വെച്ചാൽ എന്നും മീൻകറിയും മുട്ടക്കറിയും ഒക്കെ കൂട്ടുന്നവരാണെങ്കിൽ 5 ദിവസം മീൻകറിയും മുട്ടക്കറിയൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഒന്ന് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ മാറ്റിവെക്കുക. ബ്രഹ്മചര്യ നിഷ്ഠ പാലിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ഒരു സാധനാക്രമം ഞാനതൊന്ന് റിപ്പീറ്റ് ചെയ്യും. കൃത്യം 10 മണിക്ക് ക്ലാസ് നിർത്തും. 10 മണിക്കുള്ളിൽ ഇതെല്ലാം പറഞ്ഞു തീർക്കും. അത് ചെയ്യുക. ഏതെങ്കിലും ഒരു ശിവക്ഷേത്രം ഇല്ലെങ്കിൽ ശിവൻ ഉപദേവതയായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ഏതെങ്കിലും ക്ഷേത്രം കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണെങ്കിൽ ഈ 5 ദിവസവും സന്ദർശിക്കണം. ഈ 5 ദിവസവും സന്ദർശിക്കണം. ആ ക്ഷേത്രത്തിൽ പോയി ഒരു അരമണിക്കൂർ ഇരുന്നു കൊണ്ട് നമ്മൾ ആ പഠിപ്പിച്ച ശിവജ്ഞാന മഹാക്രിയ എന്നൊരു ടെക്നിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ആ ശിവക്ഷേത്രത്തിൽ പോയി ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഇരുന്ന് ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ ശിവരാത്രി കൊണ്ടാടേണ്ടത് എന്നാണ് പറഞ്ഞത്. വരുന്ന 5 ദിവസങ്ങൾ സാധിക്കുമെങ്കിൽ 5 ദിവസം എടുക്കാം. ഇല്ലെങ്കിൽ വരുന്ന 3 ദിവസങ്ങൾ, ശിവരാത്രിക്ക് മുമ്പുള്ള 3 ദിവസങ്ങൾ വ്രതം സ്വീകരിക്കാം. ഇല്ലെങ്കിൽ ശിവരാത്രി ദിവസം അതിന്റെ തലേ ദിവസം മുതലെങ്കിലും വ്രതം സ്വീകരിക്കുക. തലേ ദിവസമെങ്കിലും നമ്മൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കിയിട്ട്, അല്ലാത്ത സമയത്ത് നിങ്ങൾ മത്സ്യമാംസം കഴിക്കുന്നതിനൊന്നും ഒരു വിഷയമില്ല. ശിവരാത്രിയുടെ തലേ ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും വ്രതം സ്വീകരിക്കും ഇത് പറ്റാത്തവർ. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു സാധനാക്രമം ചെയ്യുക. പഞ്ചാക്ഷരി മന്ത്രം നന്നായിട്ട് ചെയ്യുക. ശിവരാത്രി ദിവസത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. 4-4:30 എഴുന്നേൽക്കണം. കുളിച്ച് ശുദ്ധമായി ആദ്യം വീട്ടിൽ ഒരു വിളക്ക് വെക്കണം. കുടുംബാംഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് ഓം നമഃശിവായ എന്ന മന്ത്രം അല്ലെങ്കിൽ ഈ ശിവജ്ഞാനക്രിയ നിങ്ങൾ ചെയ്യണം.
ആ മന്ത്രജപാനന്തരം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ശിവക്ഷേത്രത്തിൽ പോകണം. അവിടെ ഇരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ശിവജ്ഞാനക്രിയ ടെക്നിക്ക് അനുഷ്ഠിക്കണം. ആ ദിവസം പരമാവധി ക്ഷേത്രാന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ തന്നെ ഇരുന്ന് പഞ്ചാക്ഷരി മന്ത്രം, ഏറ്റവും കുറഞ്ഞത് പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ജപിക്കുക. ആ ഒരു പ്രാധാന്യത്തിൽ ഈ ശിവരാത്രി നമ്മൾ കൊണ്ടാടും. കാരണം ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു മഹാമിഷന്റെ ഒരു ആരംഭം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം ഇതിനെ ഈ ശിവരാത്രി മുതൽ അതിന്റെ പ്രചരണം ശക്തമാക്കുകയാണ്. കൂടുതൽ കൂടുതൽ പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളുടെ ക്ലാസ്സുകളും മറ്റെല്ലാം സൗജന്യമാണ്. 1 രൂപ പോലും വാങ്ങാതെ തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി പിന്നീട് പറയാം. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് തന്ന ആ ഒരു സാധനാക്രമം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപാസനാ ക്രമമാണ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത സമയമാണ് ഏറ്റവും ഉത്തമം. രാവിലെ 4 മണി മുതൽ 6 മണി വരെയുള്ള ദിവസം. ഈ വരുന്ന 5 ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ 3 ദിവസങ്ങളിലെങ്കിലും ചെയ്യുക. ഇല്ലെങ്കിൽ ശിവരാത്രിയുടെ തലേ ദിവസവും ശിവരാത്രിയും ഇത് ചെയ്യുക. ഓക്കെ, എങ്ങനെ ചെയ്യണം? ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കണം, കുളിച്ചു ശുദ്ധമായി വരിക, വീട്ടില് വിളക്കുണ്ടെങ്കിൽ പൂജാമുറിയിൽ എവിടെയോ വിളക്ക് കത്തിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സാധനാക്രമം നമ്മൾ അനുഷ്ഠിക്കണം. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സാധനാക്രമം അനുഷ്ഠിക്കുന്നുണ്ട്. സിമ്പിളാണ്. ആദ്യം നിങ്ങൾ ഇരിക്കേണ്ടത് നട്ടെല്ല് നിവർത്തി, ഒന്നല്ലെങ്കിൽ കിഴക്കോട്ട്, നമ്മളുടെ ഫേസ് കിഴക്കോട്ട് വെച്ചോ, ഇല്ലെങ്കിൽ വടക്ക് ഹിമാലയം ഡയറക്ഷനിലോ നമുക്ക് ഇരിക്കാം. ഇരിക്കുമ്പോൾ വെറും നിലത്തിരിക്കരുത്. പൂജാമുറിയിലാണെങ്കിൽ ഒരു പുൽപ്പായോ യോഗാമാറ്റോ ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇരിക്കണം. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാം, ഇല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കാം. ഇനി പൂജാമുറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇരിക്കാം. ആ ദേവതയെ നോക്കി, വിഗ്രഹത്തെ നോക്കി, ഫോട്ടോയെ നോക്കി ഇരുന്ന് ചെയ്യാം. ഇല്ലെങ്കിൽ കിഴക്ക് വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുക. കൈകൾ പഞ്ചഭൂത മുദ്രയിൽ വെക്കണം. സിമ്പിളാണ്. നമ്മളുടെ 10 കൈവിരൽ തുമ്പുകളും നിങ്ങൾക്ക് തന്ന യൂട്യൂബ് വീഡിയോയിലുണ്ട്. അത് കിട്ടാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാനത് അയച്ചുതരാം. എന്റെ നമ്പർ ഞാനിവിടെ മെസ്സേജിൽ എഴുതിയിരുന്നു. ഓക്കെ, ഈ 10 കൈവിരൽ തുമ്പുകളും പരസ്പരം ഇങ്ങനെ സ്പർശിക്കണം. പഞ്ചഭൂത മുദ്ര എന്ന് പറയും. നമുക്ക് പിന്നീട് അതിനെപ്പറ്റി വിശദമായി പറയാം. എന്നിട്ട് മടിയിൽ വെക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഏത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും, ബാഹ്യപൂജകളാകട്ടെ ആന്തരിക പൂജകളാവട്ടെ മിശ്ര പൂജകളാകട്ടെ, അതിലെല്ലാം പ്രാണായാമമുണ്ട്. മന്ത്രം ജപിക്കുവാനുള്ള ശക്തി ആർജിക്കലാണ്, നമ്മുടെ ഉള്ളിലെ ഷഠാധാര ചക്രങ്ങളെ എനർജൈസ് ചെയ്യുന്നതാണ് പ്രാണായാമം. പ്രാണായാമം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ശാന്തമായും സ്വസ്ഥമായും ഊർജ്ജസ്വലമായും ശ്രദ്ധയോടെയും മന്ത്രം ജപിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതാണ് പ്രാണായാമത്തിന്റെ പ്രാധാന്യം. ലളിതമായൊരു പ്രാണായാമമാണ് ശിവപഞ്ചാക്ഷരി പ്രാണായാമം. ശിവപഞ്ചാക്ഷരി സുഖപൂരക പ്രാണായാമം എന്നും ഇതിന് പേരുണ്ട്. അപ്പൊ കൈകൾ 10 കൈവിരൽ തുമ്പുകളും സ്പർശിക്കണം, മടിയിൽ വെക്കണം, നട്ടെല്ല് നിവർത്തിയിരിക്കണം, താടി കുനിഞ്ഞു പോകരുത്, നിവർന്നിരിക്കണം, കണ്ണടച്ചിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ശ്വാസം നമ്മൾ മൂക്കിലൂടെ എടുക്കും. ഈ മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ മനസ്സിൽ ശ്വാസം കയറുന്നത് നമ്മൾ അറിയുന്നുണ്ട് അല്ലെ? മനസ്സിൽ ഓം നമ എന്ന മന്ത്രം ജപിക്കണം. മനസ്സിൽ എന്ത് മന്ത്രം ജപിക്കണം? ശ്വാസം കയറുമ്പോൾ ആ ശ്വാസ നീളത്തിനനുസൃതമായി മനസ്സിൽ ഓം നമ ജപിക്കണം. ശ്വാസം ശാന്തമായി നിങ്ങൾ മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അത് അറിയുക. ആ ശ്വാസ നീളത്തിനനുസൃതമായി മനസ്സിൽ ശിവായ എന്ന് ചൊല്ലണം. വളരെ സിമ്പിളാണ്. പഞ്ചഭൂത മുദ്രയിലിരിക്കും, നട്ടെല്ല് നിവർത്തിയിരിക്കും, ശ്വാസം മൂക്കിലൂടെ എടുക്കും. നമ്മളത് അറിയും. ആ മൂക്കിലൂടെ ശ്വാസം കയറുന്നത് ആ ശബ്ദം ചെവി കൊണ്ട് കേൾക്കും. മനസ്സിൽ ഓം നമ എന്ന് ചൊല്ലും. ശ്വാസം മൂക്കിലൂടെ ദീർഘമായി പുറത്തേക്ക് വിടും. അതിൽ എന്ത് ചൊല്ലും? ശിവായ. ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിൽ ഓം നമ എന്ന് ചൊല്ലണം മനസ്സിൽ. ശ്വാസം മൂക്കിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ അതിൽ ശിവായ എന്ന് ജപിക്കണം. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധയൊക്കെ പോകും, അതൊന്നും കാര്യമാക്കണ്ട. പരമാവധി നിങ്ങൾ ആ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്വാസം കയറുമ്പോൾ ഓം നമ, ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ശിവായ. ഓക്കെ, ഒരു താളത്തിൽ ചെയ്യണം. ശ്വാസം കയറി ഓം നമ, ശ്വാസം വിട്ടു ശിവായ, ശ്വാസം കയറി ഞാനത് അറിയുന്നു ഓം നമ, ശ്വാസം വിട്ടു ശിവായ, ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറി ഓം നമ, ശ്വാസം വിട്ടു ശിവായ. അങ്ങനെ ഒരു 15 പ്രാവശ്യം, മിനിമം ഒരു 15 പ്രാവശ്യം ഇത് ചെയ്യണം. ഓക്കെ, അത് ചെയ്തു കഴിഞ്ഞാൽ
സൈലന്റ് ആയിട്ട് കണ്ണടച്ച് 1 മിനിറ്റ് ഇരിക്കുക. പിന്നെ ഒന്നും ചെയ്യേണ്ട, അടുത്ത 1 മിനിറ്റ് സൈലന്റ് ആയിട്ടിരിക്കുക. ഞാൻ ഈ ശ്വാസക്രമം ചെയ്തതിന് ശേഷം എന്റെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് പുഞ്ചിരിയോടെ ബ്രീത്തിനെ ശ്രദ്ധിച്ചോ ശാന്തമായോ നമ്മളൊന്നിരിക്കണം. ഓക്കെ. എന്നിട്ട് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് പഞ്ചാക്ഷരി മന്ത്രജപം. നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ, ഉച്ചത്തിൽ ഓം നമഃശിവായ എന്ന മന്ത്രം ശ്രദ്ധയോടെ ജപിക്കണം. കൈകൾ പഞ്ചഭൂത മുദ്രയിലിരിക്കും. എന്നിട്ട് ഓം നമഃശിവായ, 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 ഓം നമഃശിവായ. ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ കുറച്ച് ശാസ്ത്രകാരന്മാര് ഭാരതീയ മന്ത്രങ്ങൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന വിഷയത്തിൽ അവരൊരു പേപ്പർ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രങ്ങളുടെ പ്രയോഗം നിരവധി മിഷനുകൾ വെച്ചുകൊണ്ട്, ഇന്നത്തെ നമ്മൾ പറയുന്ന പല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് അതിനെ അനലൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ ആ മുറിയിൽ നമ്മുടെ ഭാരതത്തിൽ നിന്നുള്ള വേദജ്ഞരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടിരുത്തി അതില് വേദസൂക്ത മന്ത്രമായിരിക്കുന്ന ശതരുദ്രീയ മന്ത്രം, ഓം നമസ്തേ രുദ്രമന്യവ ഉതോ ഇഷവേ നമഃ എന്ന് തുടങ്ങുന്ന ശതരുദ്രീയ മന്ത്രമുണ്ട്. ഈ മന്ത്രം അവിടെ ആലപിച്ചു. അപ്പൊ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് ഇതിനെയൊക്കെ ഈ മന്ത്ര തരംഗങ്ങൾ ആ മുറിയെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വ്യക്തികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനുള്ള പല യന്ത്ര സംവിധാനങ്ങൾ പിടിപ്പിച്ചുകൊണ്ടിട്ടാണ് ഇവർ ഈ മന്ത്രാലാപനം നടത്തിയത്. ഇതിനെ അനലൈസ് ചെയ്തത്. ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ സംഭവിച്ച കാര്യമെന്ന് വെച്ചാൽ, അവിടെ സൂക്ഷ്മമായി അവരവിടെ വെച്ചിരുന്ന ആ ഒരു പ്രത്യേക പോളോറൈഡ് ക്യാമറ, അങ്ങനെ ഏതാണ്ടാണ് അതിന്റെ പേര്, കിർലിനുണ്ട് പോളോറൈഡ് ക്യാമറ. അതില് ഒരു നടരാജ ഒരു രൂപം അവർക്ക് ലഭിച്ചു എന്നാണ്. പണ്ട് 1992-ലോ 91-ലോ 92-ലോ ഈ കുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിരാത്ര യജ്ഞം നടന്ന സമയത്ത് അവിടെയും ഈ വിദേശികൾ ഈ വിഷയത്തെ പറ്റി പഠിക്കാൻ വരികയും ഇത്തരത്തിൽ ശിവന്റെ വലിയൊരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ അവരവിടെ ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ നടത്തിയ ഒരു പഠനത്തിൽ അവരത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ വേദമന്ത്രങ്ങൾ മനുഷ്യ മനസ്സിനെയും ശരീരത്തെയും അന്തരീക്ഷത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഒരു ശിവന്റെ വലിയൊരു ശക്തി, ഒരു നടരാജ രൂപിയായ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ആറ്റങ്ങളുടെ അല്ലെങ്കിൽ ഊർജത്തിന്റെ ഒരു പ്രത്യേക ഷെയ്പ്പ് അവർക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് പഠനങ്ങൾ ഈ മന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മന്ത്രം ഓം നമഃശിവായ എന്ന മന്ത്രം പറയുന്നതിന് ഏറ്റവും പവർഫുൾ ആണ്. സർവ ദുഃഖ പ്രശമന മന്ത്രം, സർവ ദാരിദ്ര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന മന്ത്രം, സർവ സൗഭാഗ്യ മന്ത്രം, സർവ സമ്പൽ സമൃദ്ധിദായകമായ മന്ത്രം, ഗുരു ഉപദേശം ഇല്ലാതെ ജപിക്കാൻ കഴിയുന്ന മന്ത്രം, ശുദ്ധ അവസ്ഥയിലോ അശുദ്ധാവസ്ഥയിലോ കുളിച്ചോ കുളിക്കാതെ ഒക്കെ ഇരിക്കുന്ന അവസ്ഥയിലും ജപിക്കാവുന്ന മന്ത്രമായിട്ടാണ് പറയുന്നത്. ഭൗതികവും ആത്മീയവുമായ സർവ്വതും നേടിത്തരുന്ന മന്ത്രം, സർവ പാപങ്ങളെയും ശമിപ്പിക്കുന്ന മന്ത്രം, സർവ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന മന്ത്രമായിട്ടാണ് പഞ്ചാക്ഷരിയെ പറ്റി പറയുന്നത്. നിങ്ങൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ 41 ദിവസം 15 മിനിറ്റ് വീതം ചെയ്തു നോക്കുക. വിളക്ക് കത്തിച്ചു വെച്ചിട്ട് 15 മിനിറ്റ് 41 ദിവസം അടുപ്പിച്ച് ചെയ്തു നോക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും പുതിയ പുതിയ കാര്യങ്ങൾ വരും. എന്ന് വെച്ചാൽ ലോട്ടറി അടിക്കണേ എന്നും പറഞ്ഞ് ലോട്ടറി എടുത്തു വെച്ചിട്ട് 15 കോടിയല്ലേ ലോട്ടറി എടുത്തു വെച്ചിട്ട് നമ്മള് മന്ത്രം ജപിച്ചാലേ നടക്കൂല്ല എന്ന് ചോദിക്കാം. അത് നിങ്ങളുടെ കർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പക്ഷെ ജീവിതത്തില് നമ്മൾ ഒരു വഴി കാണാതെ നിൽക്കുന്ന സമയങ്ങളിൽ, അല്ലെ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തിൽ, ദുഃഖം വരുന്ന സമയങ്ങളിലൊക്കെ ഈ മന്ത്രം നന്നായിട്ടൊന്ന് ചൊല്ലി നോക്കൂ. ഭഗവാൻ നമുക്ക് പല വഴികൾ തെളിക്കുമെന്ന് അനേക അനുഭവസ്ഥർ പറയുന്നുണ്ട്. അത്ര പവർഫുൾ ആണ് ഈ മന്ത്രം. അപ്പൊ ഈ ഓം നമഃശിവായ എന്ന മന്ത്രം ഒരു 10 മിനിറ്റ് നമ്മൾ ജപിക്കണം, അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ ജപിക്കണം. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. എന്നിട്ട് ഒരു മിനിറ്റ് ശാന്തമായിട്ടിരിക്കുക. ആ ഭഗവാന്റെ ഒരു രൂപത്തെ നമ്മൾ കാണുക. പരമശിവൻ നമ്മളുടെ മുമ്പിലുണ്ട് എന്ന സങ്കല്പത്തിൽ ജപിക്കണം. അശ്രദ്ധമായി ജപിക്കരുത്, വെറുതെ ജപിച്ചു പോകരുത്, ശ്രദ്ധാപൂർവം. നമ്മൾ ശിവൻ നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ എത്ര ശ്രദ്ധാലുവാകും. ആ രീതിയിൽ ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഓം നമഃശിവായ പഞ്ചാക്ഷരി ജപിക്കുക. ശേഷം ശാന്തമായിരിക്കും. അപ്പൊ ആദ്യം ചെയ്തത് ശിവപഞ്ചാക്ഷരി പ്രാണായാമമാണ്. അതായത് മൂക്കിലൂടെ ബ്രീത്ത് എടുത്തപ്പോൾ മനസ്സിൽ ഓം നമ, ബ്രീത്ത് പോകുമ്പോൾ മൂക്കിലൂടെ പോകുമ്പോൾ മനസ്സിൽ ശിവായ, ഓം നമ ശിവായ. ഡീപ്പായി എടുക്കും. ഓം നമ
ദീപായുടും ശിവായ. ഇതൊരു 15 നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോളൂ. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ഇരുന്ന് നോക്കൂ. ഒരു 5 ദിവസം ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ആ ശാന്തത ഫീൽ ചെയ്യും, ശക്തി ഫീൽ ചെയ്യും. ശേഷം എന്ത് ചെയ്യണം? ഈ പഞ്ചഭൂത മുദ്രയിൽ തന്നെ ഇരുന്നിട്ട് 15 മിനിറ്റ് 20 മിനിറ്റ് ഓം നമഃ ശിവായ മന്ത്രം ജപിക്കും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ശേഷം ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് സൈലന്റ് ആയിട്ടിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിൾ ആയൊരു മെത്തേഡാണ്. നമ്മളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊടുക്കണം. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഗൂഗിൾ മീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നടക്കുന്നില്ലേ? ഉണ്ട് അല്ലെ? ഈ മൂക്കിനും ചുണ്ടിനും ഇടയിൽ ഒന്ന് കണ്ണടച്ചു നോക്കൂ. ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ ശ്രദ്ധ മൂക്കിനും ചുണ്ടിനും ഇടയിൽ കൊണ്ടുവരും. ഒന്ന് ശ്രദ്ധിക്കുക, എവിടെയാണ് ശ്വാസം? നിങ്ങൾക്കറിയാൻ കഴിയും ശ്വാസം ഉള്ളിലേക്ക് കയറുന്നതും പുറത്തേക്ക് പോകുന്നതും അറിയാൻ കഴിയും. ഇത് നിരന്തരം നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അവിടെ മനസ്സ് കൊടുക്കുന്നില്ല. നമ്മളുടെ ബോധം അവിടെയല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന ക്രിയ ശിവപ്രാണ ക്രിയയാണ്. ശിവൻ പ്രാണനാണ്. കണ്ണിന് കാഴ്ച നൽകുന്നതും ഹൃദയത്തെ പ്രവർത്തിപ്പിക്കുന്നതും നിങ്ങളുടെ കരളിനെയും വൃക്കകളെയും ആർട്ടറീസിനെയും വെയിൻസിനെയും നിങ്ങളുടെ ഉള്ളിൽ ജീവനെ നിലനിർത്തുന്നതും ശിവനാകുന്ന പ്രാണനാണ് എന്നാണ് പറയുക. ശിവം അല്ലെ, ശിവം എന്നെഴുതി ആ ശിവത്തിലെ ആ വള്ളി പോയി കഴിഞ്ഞാൽ എന്തായി? ശവമായി. അല്ലെ, ശിവത്തിലെ വള്ളി പോയാൽ ശവമായി. ശിവൻ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ഹൃദയം പ്രവർത്തിക്കുന്നു, കരള് പ്രവർത്തിക്കുന്നു, വൃക്ക പ്രവർത്തിക്കുന്നു, കണ്ണിന് കാഴ്ച കിട്ടുന്നു, നാവിന് രുചി നൽകുന്നു. എപ്പോ ഈ പ്രാണൻ പോയാൽ അപ്പൊ നമ്മൾ മരിക്കും, പിന്നെ നമ്മളില്ല. അപ്പൊ നമ്മളെ ജീവിപ്പിക്കുന്ന ശക്തിയാണ് പരമശിവന്റെ ശക്തി. ആ ശക്തിയെ അറിയുന്ന ഒരു ടെക്നിക്കാണ് ശിവപ്രാണക്രിയ. അതീവ പവർഫുൾ ആണ്. ഇത് മാത്രം ചെയ്ത് ശിവദർശനങ്ങൾ നേടി അനേകം യോഗികൾ തമിഴ്നാട്ടിലുണ്ട്. നിങ്ങൾ കേട്ട് കാണും. ചരനൂൽ യോഗം എന്ന് വിളിക്കുന്ന വിദ്യ, അല്ലെങ്കിൽ സ്വരയോഗം എന്ന് വിളിക്കുന്ന വിദ്യ. ശരനൂൽ സ്വരം എന്ന് പറയുന്നത് ശ്വാസം, അതിന് പിന്നിലെ പ്രാണൻ, അതിനെ പ്രത്യേക രീതിയിൽ നിരീക്ഷിക്കലാണ് ഈ വിദ്യകളെല്ലാം, കുണ്ഡലിനി ക്രിയകളെല്ലാം തന്നെ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സിമ്പിളാണ്. പ്രാണായാമം കഴിഞ്ഞു, മന്ത്രജപം കഴിഞ്ഞു, ശ്രദ്ധ മൂക്കിനും ചുണ്ടിനും ഇടയിൽ കൊടുക്കണം. സൈലന്റ് ആയിട്ടിരിക്കുക, ഒന്നും ചെയ്യണ്ട. ശ്വാസം നിങ്ങളുടെ മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളത് അറിയണം. ഇപ്പോഴും നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിന്റെ ശ്രദ്ധ മൂക്കിനും ചുണ്ടിനും ഇടയിൽ കൊടുക്കണം. മൂക്കിനും മേൽ ചുണ്ടിനും ഇടയിൽ. ശ്വാസം ഉള്ളിലേക്ക് കയറുമ്പോൾ അത് അറിയുക. ശ്വാസം കയറുമ്പോൾ മനസ്സിൽ ഓം നമ എന്ന് ചൊല്ലണം. ശ്വാസം ചിലപ്പോൾ അകത്ത് ചെന്ന് നിശ്ചലമാണ്. ആ ശ്വാസം പുറത്തേക്ക് എപ്പോഴാണോ പോകുന്നത് അതിൽ ശിവായ ജപിക്കണം. മനസ്സിലാണ് ജപിക്കുക. ശ്വാസം ശാന്തമായ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് അറിയുന്നു. പുഞ്ചിരിയോടെ അറിയണം. ഓം നമ എന്ന മന്ത്രം ജപിക്കും. ശ്വാസം ശാന്തമായി പുറത്തേക്ക് പോകുമ്പോൾ അത് അറിയും. ശിവായ എന്ന മന്ത്രം. ഇത് ഏറ്റവും പവർഫുൾ ആണ് ഈ ഒരു ടെക്നിക്ക്, ശ്വാസത്തിൽ മന്ത്രജപം. നിങ്ങൾ 100 മാല പഞ്ചാക്ഷരി ജപിക്കുന്നതിന് തുല്യമാണ് ഇതൊരു അരമണിക്കൂർ ചെയ്യുന്നത്. 100 മാല പഞ്ചാക്ഷരി ജപിക്കാൻ ചിലപ്പോൾ 3.5, 4, 5 മണിക്കൂറൊക്കെ വേണ്ടി വരും. പക്ഷെ ഇതൊരു അരമണിക്കൂർ ചെയ്താൽ, 24 മിനിറ്റിലധികം ചെയ്താൽ 100 മാല ജപിക്കുന്നതിന് തുല്യമാണെന്നാണ് ഋഷികൾ പറയുന്നത്. ശ്വാസത്തിൽ മന്ത്രം ലയിപ്പിക്കുന്നത് സിമ്പിളാണ്. നമ്മൾ ആദ്യം ബ്രീത്ത് എടുത്തു, വിട്ടു, പഞ്ചാക്ഷരി പ്രാണായാമം ചെയ്തു, മന്ത്രജപം ചെയ്തു. ദെൻ മൂക്കിനും ചുണ്ടിനും ഇടയിൽ ശ്രദ്ധ കൊടുക്കും, പുഞ്ചിരിയോടെ ഇരിക്കും. ചിരിച്ചോണ്ടിരിക്കണം, ഒരു പുഞ്ചിരി വേണം. ഭഗവാനെ മുന്നിൽ കണ്ട് ഉള്ളിൽ കണ്ടിരിക്കണം. ശ്വാസം കയറുമ്പോൾ അറിയണം, അതിൽ ഓം നമ. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അത് അറിയണം, അതിൽ ശിവായ. ഓക്കെ. സ്വാഭാവികമായി, ശാന്തമായി, ക്രമാനുഗതമായി, പ്രകൃതിയാൽ നാച്ചുറലായി നടക്കുന്ന ബ്രീത്തിനെ അറിയുക. ശാന്തമായി കയറുന്ന ബ്രീത്തിൽ ഓം നമ എന്ന് മനസ്സിൽ ജപിക്കണം. ശ്വാസം എപ്പോ പുറത്തേക്ക് പോകുന്നു അതിൽ ശിവായ ജപിക്കണം. ചിലപ്പോൾ ശ്വാസം പുറത്ത് നിന്ന് പോകാം. വീണ്ടും കയറുമ്പോൾ അതറിയണം, അതിൽ ഓം നമ ശിവായ. നമ്മൾ അറിയാതെ ഒരു ബ്രീത്തും ഉള്ളിലേക്ക് കയറരുത്. നമ്മൾ അറിയാതെ ഒരു ബ്രീത്തും പുറത്തേക്ക് പോകരുത്. കയറുന്ന ബ്രീത്തിൽ എന്തുണ്ടാവണം? മനസ്സിൽ ഓം നമ. പുറത്തേക്ക് പോകുന്ന ബ്രീത്തിൽ എന്തുണ്ടാവണം? ശിവായ. അതീവ ശക്തമായൊരു വിദ്യ. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. പറ്റുമെങ്കിൽ നാളെ മുതൽ ഈ ഒരു ക്രിയ, ശിവജ്ഞാന ക്രിയ, ഒരു പ്രാണായാമം 15 തവണ, ഒരു പഞ്ചാക്ഷരി മന്ത്രം 10-15 മിനിറ്റ്, ഈ ശിവപ്രാണ ക്രിയ ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ നിങ്ങളൊരു 5 ദിവസം ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കും. ഇതിന്റെ പവർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ത് ശക്തിമത്തായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇതെന്ന് അറിയാൻ പറ്റും. ഈ പറയുന്ന ശിവരാത്രി ദിവസം ഇത് മുഴുവൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 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 മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ. സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്നതിന്റെ 1000 ഇരട്ടി ഫലസിദ്ധിയാണ് ശിവരാത്രി ദിവസത്തിൽ മന്ത്രം ജപിക്കുന്നത്, പ്രാണായാമം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഈ ശിവരാത്രിയെ കൊണ്ടാടുക.
അപ്പൊ ഏറ്റവും ചുരുക്കി പറഞ്ഞത്, സമയം നമ്മളുടെ പൂർണ്ണമാകുകയാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞത് ശിവരാത്രിയുടെ പ്രാധാന്യം പറഞ്ഞു, നമ്മൾ ചെയ്യേണ്ട ശിവജ്ഞാന ഉപാസന പറഞ്ഞു. 3 കാര്യങ്ങൾ അതിലുണ്ട്: ശിവ, പഞ്ചാക്ഷരി, പ്രാണായാമം. ബ്രീത്ത് മൂക്കിലൂടെ എടുക്കും, മനസ്സിൽ ഓം നമ ചൊല്ലും. മൂക്കിലൂടെ വിടുമ്പോൾ ശിവായ 15 എണ്ണം ചെയ്യുക. ഓക്കെ, ഒരു മിനിറ്റ് സൈലന്റ് ആയിട്ടിരിക്കുക. പിന്നെ പഞ്ചാക്ഷരി മന്ത്രജപം: ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഒരു 15 മിനിറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ കൈകൾ പഞ്ചഭൂത മുദ്ര, 10 കൈവിരൽ തുമ്പുകളും ടച്ച് ചെയ്തിരിക്കണം. ഇത് ചെയ്താൽ മൈൻഡ് റിലാക്സ്ഡ് ആവും. ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് ഇങ്ങനെ ടച്ച് ചെയ്തിരുന്ന കൈ. എന്നിട്ട് എന്ത് ചെയ്യണം? ശിവപ്രാണക്രിയ ചെയ്യും. ശ്വാസം കയറുമ്പോൾ അറിയണം അതിൽ ഓം നമ, ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അതറിയണം ശിവായ. ഓക്കെ, ഒന്ന് ചെയ്തു നോക്കൂ, ഇതിന്റെ ശക്തി നിങ്ങൾ അറിയും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജിൽ ഞാൻ ഇടുന്നുണ്ട്. എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. 80 78 38 84 09. 80 78 38 84 09. ഇപ്പോൾ മെസ്സേജിൽ എൻ്റെ ആ നമ്പർ വന്നിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇതിന്റെ ഓഡിയോ, ഇതിന്റെ വീഡിയോ കിട്ടാത്തവരുണ്ട്, പുതുതായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യുക. വാട്സപ്പിൽ തീർച്ചയായിട്ടും ഇത് അയച്ചു തരും. ഇതുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങളും ചോദിക്കാവുന്നു. നമ്മളുടെ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നമ്മളുടെ സംവിധാനമാണ് ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം. ഹിമാലയത്തിലെ പൗരാണികമായ സിദ്ധാശ്രമ സമ്പ്രദായത്തിന്റെ ഒരു ശാഖയാണ് കേരളത്തിൽ ഇത് പ്രവർത്തിക്കുന്നത്. സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന മഹാഋഷിയുടെ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരുന്നത്. മിഷൻ 2031 52 ഭാഗമായി ഈ ശൈവ സിദ്ധാന്തത്തെ, പഞ്ചാക്ഷരി മന്ത്രജപത്തെ, സാധനയെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമമാണ്. തികച്ചും സൗജന്യമായ പ്രവർത്തനങ്ങളാണ് ഈ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ ചോദിക്കുക. ശിവരാത്രി ദിവസം കുറച്ച് ദീർഘമായ സാധനാക്രമങ്ങളുണ്ട്. ഗൂഗിൾ മീറ്റ് ഉണ്ടാകും. ഒരു 8 മണിക്കൂർ സാധന നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, പല പല സമയങ്ങളിലായിട്ട്. അതിൽ ഏതെങ്കിലും ഇതിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ മന്ത്രജപത്തിലും ധ്യാനത്തിലും പ്രാണായാമത്തിലും ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഓക്കെ, എന്തായാലും ഇത്രയും പേര് പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. മഹാദേവനും ഗുരുപരമ്പരകളും അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ജീവിതത്തിൽ നിറയും. नमस्ते गुरुजी।